ഹായ് ഡിയർ നഴ്സസ്, എൻ്റെ പേര് ജോസ് OET എന്ന എൻ്റെ ഈ ചാനൽ എയിം ചെയ്യുന്നത് ഫിനാൻഷ്യലി ബാക്ക്വേർഡ് ആയിട്ടുള്ളതും OET പഠിക്കാൻ സ്ട്രഗിൾ ചെയ്യുന്നതും എന്നാൽ ഒരു യൂറോപ്യൻ കൺട്രി സ്വപ്നം കണ്ടുറങ്ങുന്നവരുമായ എൻ്റെ പ്രിയപ്പെട്ട നഴ്സസിന് വേണ്ടിയിട്ടാണ്. ഞാനും ഒരു നഴ്സാണ്. ഒക്യുപ്പേഷണൽ ഇംഗ്ലീഷ് ടെസ്റ്റ് എന്ന എക്സാം പാസ്സാവാൻ ഞാൻ ഉപയോഗിച്ച കുറുക്ക് വഴികൾ പറഞ്ഞു തരാനാണ് ഈ ഒരു ചാനൽ. സോ ഇതൊരു ഇൻട്രസ്റ്റിംഗ് സെഷനായി നിങ്ങൾക്ക് ഫീൽ ചെയ്താൽ മറ്റുള്ളവരിലേക്ക് കൂടി ഇത് ഷെയർ ചെയ്യാൻ മടിക്കല്ലേ. ഫസ്റ്റ് ഓഫ് ഓൾ OET എന്താണെന്ന് സിമ്പിളായെന്ന് നോക്കിയാലോ. OET എന്നാൽ ഒക്യുപ്പേഷണൽ ഇംഗ്ലീഷ് ടെസ്റ്റ്. ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിൻ്റെ ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി പ്രൂവ് ചെയ്യാൻ അവർക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും നല്ല എക്സാമാണ് ഒക്യുപ്പേഷണൽ ഇംഗ്ലീഷ് ടെസ്റ്റ്. ഏകദേശം 12ഓളം ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് ഈ എക്സാം ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ടെസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുന്ന 15ഓളം കൺട്രീസ് വേൾഡ് വൈഡ് ഉണ്ട്. ഈ എക്സാമിൽ എന്താണ് അസസ് ചെയ്യുന്നത്? നിങ്ങളുടെ പ്രാക്ടിക്കൽ സ്കിൽസ് ഇൻ ലിസണിങ്, റീഡിങ്, റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ്. അതാണ് അവർ അസസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര നന്നായി ഒരു ഹെൽത്ത് കെയർ സിനാരിയോയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും, എത്ര എഫക്റ്റീവായി നിങ്ങൾക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ സാധിക്കും, നിങ്ങൾക്ക് എത്ര നന്നായി ക്രിട്ടിക്കൽ തിങ്കിങ് ചെയ്യാൻ സാധിക്കും, ഇതൊക്കെ ഇതിൽ അത്യന്താപേക്ഷിതമാണ്. നെക്സ്റ്റ്, ഈ ടേബിളിലേക്കൊന്ന് നോക്കിയേ. നിങ്ങൾക്ക് പോകാൻ ആഗ്രഹമുള്ള കൺട്രി ഈ ടേബിളിലുണ്ടാവും. ആ രാജ്യത്തേക്ക് പോകാൻ നിങ്ങൾക്ക് എത്ര സ്കോറാണ് ആവശ്യമുള്ളതെന്ന് ഈ ടേബിൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അതെ, OET ഗ്രേഡ് ഫോർ ഡിഫറെൻറ്റ് കൺട്രീസ്. ഓസ്ട്രേലിയക്ക് പോകണമെങ്കിൽ സിംഗിൾ അറ്റംപ്റ്റിൽ നിങ്ങൾക്ക് എല്ലാത്തിനും B ഗ്രേഡ് വേണം. ന്യൂസിലാൻഡിന് പോകണമെങ്കിലോ നിങ്ങൾക്ക് ലിസ്ണിങ്ങിനും റീഡിങ്ങിനും സ്പീക്കിങ്ങിനും B മതി. എന്നാൽ റൈറ്റിങ്ങിന് C+ ആണെങ്കിലും അവർ അക്സെപ്റ്റ് ചെയ്യും. എന്നാൽ നിങ്ങൾക്കൊരു PR ആവശ്യമായി വരുമ്പോൾ നിങ്ങൾ ഈ C+ എന്നുള്ളത് B ആക്കി എടുത്തേക്കണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് UK പോകണമെങ്കിൽ ലിസ്ണിങ്ങിനും റീഡിങ്ങിനും സ്പീക്കിങ്ങിനും B സ്കോർ മതിയാവും. റൈറ്റിങ്ങിന് C+ ആണെങ്കിലും അവർ അക്സെപ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ UK നിങ്ങൾക്ക് ക്ലബിംഗ് ഓപ്ഷനും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് 2 മൊഡ്യൂളിന് Bയും 2 മൊഡ്യൂളിന് C+ ആണെന്നിരിക്കട്ടെ. നിങ്ങൾ ഇനിയൊരു അറ്റംപ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് C+ കിട്ടിയ വിഷയം കൂടി B ആക്കി എടുത്താൽ മതിയാവും. എന്നാൽ റൈറ്റിങ്ങിന് മാത്രമേ C+ അവർ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ. ഇനി അയർലൻഡ് പോകണമെങ്കിലോ നിങ്ങൾക്ക് 3 വിഷയങ്ങൾക്ക് Bയും അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു മൊഡ്യൂളിന് C+ഉം ആവാം. മാൾട്ടയിൽ പോകണമെങ്കിലോ 3 മൊഡ്യൂളിന് C+ഉം എന്നാൽ സ്പീക്കിങ്ങിന് മസ്റ്റായി Bയും നിങ്ങൾക്ക് ആവശ്യമുണ്ട്. ഇനിയാണ് OETയിലെ വില്ലന്മാർ. ഇവരെ ഒന്ന് പരിചയപ്പെട്ടാലോ. നിങ്ങൾ ക്രാക്ക് ചെയ്യേണ്ട മൊഡ്യൂൾസ് ഇവരൊക്കെയാണ്: ലിസണിങ്, റീഡിങ്, റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ്. നമുക്ക് ഡീറ്റെയിൽ ആയി ഒന്ന് നോക്കിയാലോ. ഇനി നമ്മൾ വില്ലന്മാരെ ഡീറ്റെയിൽ ആയി പരിചയപ്പെടുകയാണ്. നിങ്ങൾ OET എക്സാമിന് പോകുമ്പോൾ നിങ്ങൾ ആദ്യം എഴുതാൻ പോകുന്നത് ലിസണിങ് എക്സാമാണ്. ഈ എക്സാമിൻ്റെ ടൈം എന്ന് പറയുന്നത് 45 മിനിറ്റ്സ് ആണ്. നിങ്ങളുടെ ഓവറോൾ സ്കോർ എന്ന് പറയുന്നത് 42. അതിൽ 30 സ്കോർ കിട്ടിയാൽ 350 ആയി. നിങ്ങളുടെ ഡ്രീം ഡെസ്റ്റിനേഷനിലേക്കുള്ള വഴി തുറന്നു കഴിഞ്ഞു. അതുപോലെ തന്നെ ഈ ലിസണിങ് ടെസ്റ്റിൽ നിങ്ങൾക്ക് 3 പാർട്ടുണ്ട്. പാർട്ട് A, പാർട്ട് B ആൻഡ് പാർട്ട് C. ലിസണിങ് പാർട്ട് Aയിൽ 2 എക്സ്ട്രാക്ട്സ് ആണുള്ളത്. 2 എക്സ്ട്രാക്ട്സിലുമായിട്ട് നമുക്ക് 4 സ്പീക്കേഴ്സിനെ പരിചയപ്പെടാൻ സാധിക്കും. ഈ 4 സ്പീക്കേഴ്സ് സംസാരിക്കുന്ന കോൺവെർസേഷനിടയിൽ 24 ഗ്യാപ്സ് ആണ് നമ്മൾ ബുക്ക്ലെറ്റിൽ ഫില്ല് ചെയ്യേണ്ടത്. നന്നായി ലിസൺ ചെയ്താൽ മാത്രമാണ് ഈ 24 ഗ്യാപ്സ് നമുക്ക് അപ്രോപ്രിയേറ്റ് ആയി ഫില്ല് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ലിസണിങ് പാർട്ട് Bയിലേക്ക് വരുമ്പോൾ 6 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. 6 ക്വസ്റ്റ്യൻസിലായി 12 സ്പീക്കേഴ്സിനെ നമുക്ക് പരിചയപ്പെടാൻ സാധിക്കും. അവർ സംസാരിക്കുന്നത് വർക്ക് പ്ലേസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഇൻ പാർട്ട് C 12 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉള്ളത്. 2 to 4 സ്പീക്കേഴ്സ് ഉണ്ടായിരിക്കും. അവർ ഹെൽത്ത് കെയർ ടോപ്പിക്സ് ആയിരിക്കും സംസാരിക്കുക. അതുപോലെ തന്നെ അത് സംടൈംസ് ഒരു ഇൻ്റർവ്യൂ മോഡായിരിക്കാം, അല്ലെങ്കിൽ പ്രസൻറ്റേഷൻ ടൈപ്പ് ആയിരിക്കും. സോ ലിസണിങ് എന്ന് പറയുന്നത് വളരെ കെയർഫുള്ളായി, വളരെ ടൈം എടുത്ത് നന്നായി പ്രാക്ടീസ് ചെയ്ത് അറ്റംപ്റ്റ് ചെയ്യേണ്ട ഒരു എക്സാമാണ്. ഇനി നമുക്ക് OET എക്സാമിലെ പ്രധാന വില്ലനെ പരിചയപ്പെടാം. പ്രധാന വില്ലൻ എന്ന് പറയുന്നത് OET റീഡിംഗ് ആണ് കേട്ടോ. ഏറ്റവും ഡിഫിക്കൽട്ടായ മൊഡ്യൂൾ.
നന്നായി ശ്രദ്ധിച്ചാൽ മാത്രം ക്ലിയർ ചെയ്യാൻ പറ്റുന്ന മൊഡ്യൂൾ. ഇതിൻ്റെ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 60 മിനിറ്റ്സ് ആണ്. ഓവറോൾ സ്കോർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഔട്ട് ഓഫ് 42 ലിസ്ണിംഗ് പോലെ തന്നെ. 30 സ്കോർ ചെയ്താൽ പാസ്സായി എന്ന് പറയാം. പാർട്ട് എ എന്ന് പറയുന്നത് 15 മിനിറ്റ്സിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൽ 4 ഷോർട്ട് ടെക്സ്റ്റ് ഉണ്ടാവും. 650 വേർഡ്സ് ഇൻ ലെങ്ത് ആയിരിക്കും. അതിൽ നമ്മൾ 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. മാച്ചിങ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഗ്യാപ്പ് ഫില്ല് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഷോർട്ട് ആൻസർ എഴുതേണ്ട ക്വസ്റ്റ്യൻസും ഉണ്ടാവും. 15 മിനിറ്റ്സിനുള്ളിൽ ടൈം പ്രഷറിൽ നന്നായി ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട സബ്ജക്റ്റാണ് OET പാർട്ട് എ എന്ന് പറയുന്നത്. പാർട്ട് ബി ആൻഡ് സി കമ്പൈൻ ചെയ്ത് 45 മിനിറ്റ്സ് ആണ് നമുക്ക് മുന്നിലുള്ളത്. പാർട്ട് ബിയിൽ 6 ഷോർട്ട് ടെക്സ്റ്റ് വിത്ത് മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. അതിൽ ഓരോ ഷോർട്ട് ടെക്സ്റ്റും 100 to 150 വേർഡ്സ് ആയിരിക്കും ഉണ്ടാവുക. അത് വർക്ക് പ്ലേസ് റിലേറ്റഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ആയിരിക്കും. എന്തെങ്കിലും അപ്ഡേറ്റ്സുകളോ പോളിസി ഡോക്യുമെൻറ്റ്സോ മെമ്മോയോ ഇമെയിലോ ഗൈഡ് ലൈനോ ഒക്കെ ആയിരിക്കും. അതിൽ നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ആ ഓവറോൾ പാരഗ്രാഫിൻ്റെ ഐഡിയ, അതുപോലെ തന്നെ പേർപ്പസ്, എന്തെങ്കിലുമൊക്കെ മെയിൻ ഐഡിയാസ്, ഡീറ്റെയിൽ, ഇതൊക്കെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഇനി പാർട്ട് സിയിലേക്ക് വരുമ്പോൾ 2 വലിയ എക്സ്ട്രാക്റ്റുകൾ തന്ന് 16 ക്വസ്റ്റ്യൻസ് മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ട് അവർ നമുക്ക് മുന്നിൽ വയ്ക്കും. അതിൽ ഓരോ എക്സ്ട്രാക്റ്റും 750 to 850 വേർഡ്സ് ഉണ്ടാവും. ഹെൽത്ത് കെയർ ടെക്സ്റ്റ് ആയിരിക്കും. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇൻഫറൻസ് എന്താണ്, ആറ്റിറ്റ്യൂഡ് എന്താണ്, ഒപ്പീനിയൻ എന്താണ്, ഇതൊക്കെ നമ്മൾ 45 മിനിറ്റ്സിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്ത് ബുക്ക്ലെറ്റ് തിരികെ ഏൽപ്പിക്കേണ്ടതാണ്. അടുത്തതായി OET റൈറ്റിംഗ് ഒന്ന് പരിചയപ്പെടാം. OET റൈറ്റിംഗ് ഒരു വില്ലനൊന്നുമല്ല കേട്ടോ. OET റൈറ്റിംഗ് എല്ലാവർക്കും പാസ്സാവാൻ സാധിക്കും. OET റൈറ്റിങ്ങിൻ്റെ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 45 മിനിറ്റ്സ് ആണ്. 5 മിനിറ്റ്സ് ഫോർ റീഡിങ് ദ കേസ് നോട്ടാണ്. സോ ആ സമയത്ത് നമുക്ക് പെന്നോ പേപ്പറോ ഒന്നും യൂസ് ചെയ്യാൻ സാധിക്കില്ല. കേസ് നോട്ട് നോക്കിയിരിക്കാൻ മാത്രമേ വഴിയുള്ളൂ. നന്നായി കേസ് നോട്ട് നോക്കിയിരുന്ന് നന്നായി സ്കിം ചെയ്താൽ, റെലവൻറ്റ് പോയിൻറ്റ്സ് ഒക്കെ മാർക്ക് ചെയ്താൽ നിങ്ങൾക്ക് വിത്തിൻ 40 മിനിറ്റ്സിൽ നല്ലൊരു ലെറ്റർ എഴുതി സബ്മിറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ എഴുതേണ്ടത് വെറുമൊരു ലെറ്ററൊന്നുമല്ല കേട്ടോ, ഒരു ഫോർമൽ ലെറ്ററാണ്. അതൊരു ഡിസ്ചാർജ് ലെറ്റർ ആയിരിക്കും, ഒരു റെഫറൽ ലെറ്റർ ആയിരിക്കാം, ഒരു ട്രാൻസ്ഫർ ലെറ്ററും ആയിരിക്കാം. സോ നിങ്ങളുടെ പെർഫോമൻസ് അവരെങ്ങനെ അസസ് ചെയ്യും? അതിനായി ഒരു 6 ക്രൈറ്റീരിയ ഉണ്ട്. പേർപ്പസ്, കോണ്ടൻറ്റ്, കൺസൈസ്നെസ് ആൻഡ് ക്ലാരിറ്റി, ജെൻഡർ ആൻഡ് സ്റ്റൈൽ, ഓർഗനൈസേഷൻ ആൻഡ് ലേഔട്ട് ആൻഡ് ലാംഗ്വേജ്. ഇതിൽ പേർപ്പസാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പർപ്പസിൽ അവർ തരുന്നതോ 3 മാർക്സും. പേർപ്പസ് ശരിയായാൽ ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കലി ശരിയാവും. ബാക്കിയുള്ള കോണ്ടൻറ്റിനും കൺസൈസ്നെസ്സിനും ജെൻഡർ ആൻഡ് സ്റ്റൈലിനും ഓർഗനൈസേഷൻ ആൻഡ് ലേഔട്ടിനും ലാംഗ്വേജിനുമെല്ലാം മാക്സിമം സ്കോർ 7 ആണ്. ഇതിൽ നിങ്ങൾ 5 മാർക്സ് സ്കോർ ചെയ്താൽ നിങ്ങൾക്ക് 27 കിട്ടും. 27 കിട്ടിയാൽ നിങ്ങളുടെ പാസ് മാർക്കായി B സ്കോർ. ഇപ്പോൾ നമ്മൾ 3 വില്ലന്മാരെ പരിചയപ്പെട്ട് കഴിഞ്ഞു. ലിസ്ണിങ്ങും റീഡിങ്ങും റൈറ്റിങ്ങും. ഈ 3 എക്സാമുമാണ് എക്സാം ഡേയിൽ ആദ്യം നടക്കുക. 9 o'clock നിങ്ങൾക്ക് ലിസ്ണിങ്ങിൻ്റെ സാമ്പിൾ ടെസ്റ്റ് കേൾക്കാൻ സാധിക്കും. 9 to 10 ആകുമ്പോഴേക്കും നമ്മളുടെ ലിസ്ണിംഗ് മൊഡ്യൂൾ കഴിഞ്ഞിട്ടുണ്ടാവും. 10 to 11 അവർ റീഡിംഗ് തരും. റീഡിംഗ് എന്ന വില്ലനെ ഒരു തരത്തിൽ ഒന്ന് കഷ്ടപ്പെട്ട് തീർത്ത് കഴിയുമ്പോഴേക്കും റൈറ്റിംഗ് കൊണ്ടുവരും. റൈറ്റിംഗും എഴുതി കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊന്ന് റിലാക്സ് ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് അവരൊരു ബിരിയാണിയൊക്കെ തന്ന് നിങ്ങളെ ഒരു ഉറക്കത്തിൻ്റെ മൂഡിലേക്ക് കൊണ്ടുവരും. അതിനുശേഷം സ്പീക്കിംഗ് സബ് ടെസ്റ്റിലേക്ക് നിങ്ങൾ കയറും. സ്പീക്കിംഗ് സബ് ടെസ്റ്റിൽ നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ്ലി ഒരു 20 മിനിറ്റ്സ് ആണ് സ്പീക്കിംഗ് സബ് ടെസ്റ്റ് ഉണ്ടാവുക. അതിൽ ഫസ്റ്റ് നിങ്ങളെ ഒന്ന് ഉണർത്താനായി അവർ കുറച്ച് വാമപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. അതവർ അസസ് ചെയ്യുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ നിങ്ങൾ നന്നായി പെർഫോം ചെയ്തില്ലെങ്കിൽ അത് നിങ്ങളുടെ കോൺഫിഡൻസിനെ ബാധിച്ചേക്കും. ഇതിൽ 2 പ്രൊഫഷൻ സ്പെസിഫിക് ആയിട്ടുള്ള റോൾ പ്ലേ കാർഡുകൾ നിങ്ങൾക്ക് തരും. 3 മിനിറ്റ്സ് ആണ് പ്രിപ്പറേഷൻ ടൈം. 5 മിനിറ്റ്സ് ആണ് നിങ്ങൾ സംസാരിക്കേണ്ടത്. കുറേയധികം ഹിൻ പോയിൻറ്റ്സ് നിങ്ങളുടെ റോൾ പ്ലേ കാർഡിലുണ്ടാവും. എല്ലാ ഹിൻ പോയിൻറ്റ്സും നല്ല ഫ്ലുവൻ്റായി കവർ ചെയ്യാൻ സാധിച്ചാൽ നിങ്ങൾക്ക് 350 എബോവ് സ്കോർ ചെയ്ത് നല്ലൊരു സ്കോറിലേക്ക് എത്താൻ സാധിക്കും.
അതാണ് OET സ്പീക്കിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ 4 മൊഡ്യൂളുകളും പരിചയപ്പെട്ട് കഴിഞ്ഞു. 4 വില്ലന്മാരെയും പരിചയപ്പെട്ട സ്ഥിതിക്ക് ഇനി നമുക്ക് ഓരോ വില്ലന്മാരെയും ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പരിചയപ്പെടാം വരും ദിവസങ്ങളിൽ. സോ ഈ സെഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി കൈമാറാൻ, ഷെയർ ചെയ്യാൻ മറക്കല്ലേ, മടിക്കല്ലേ. താങ്ക്സ് എ ലോട്ട്.